അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മുടെ ഡെത്ത് ആൻഡ് റിട്ടയർമെൻറ്റ് ആ ചാപ്റ്ററിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇട്ടത്. ഈ വീഡിയോയും കൂടെ ഉണ്ടെങ്കിൽ എന്താവുന്നോ ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി 24 വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 25ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 25, 26 ഏറെക്കുറെ ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം നമ്മൾ അതിലൊരു ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യുള്ളൂ. അതിൽ കാര്യമായിട്ടൊന്നും മനസ്സിലാക്കാനില്ല. പക്ഷേ സിമ്പിളായിട്ട് കിട്ടുന്നൊരു 3 or 4 മാർക്കാണ്. അതെന്താവരുത്, കളയരുത്. ഓക്കെ, ഇവിടെ ചോദ്യം എന്താണെന്നുള്ളത് ആദ്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണ്ടോ. ചോദ്യം: റിയ, ദിയ, നിയ 3 പാർട്ണർമാരുണ്ട് ഇവിടെ. അങ്ങനെ ദിയ രണ്ടാമത്തെ ആളെന്താണ്, റിട്ടയർ ഫ്രം ദ ഫേം എന്ന് എന്താണ്, റിട്ടയർ ചെയ്ത് പോവുകയാണ്, പിരിഞ്ഞു പോവുകയാണ്. അപ്പം അവളുടെ റിട്ടയർമെൻറ്റിൻ്റെ ദിവസം 30,000 അയാൾക്ക് കൊടുക്കാനുണ്ട്. 30,000 റുപ്യ എന്താവാനുണ്ട്, അയാൾക്ക് കിട്ടാനുണ്ട് എന്നർത്ഥം. അങ്ങനെ റിയയും നിയയും അവളോട് പറയാണ്, എനിക്ക് തരാനുള്ള 30,000 ഞങ്ങൾ എന്താവുന്നു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തരും. എവരി ഇയർ, എല്ലാ വർഷവും ഞങ്ങൾ എന്താവും എല്ലാ വർഷത്തിൻ്റെ അവസാനത്തെ ഡേറ്റിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തരും എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പൈസക്ക് എന്തുണ്ടാവും, 10% ഇൻട്രസ്റ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് നോക്കുക. വളരെ സിമ്പിളാണ് ഈ സാധനം കേട്ടോ. പെട്ടെന്ന് മാർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ആദ്യം നമ്മളിതാ ഒരു ലോൺ അക്കൗണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ലോൺ അക്കൗണ്ടാണ്. ആരാ പിരിഞ്ഞു പോകുന്ന ആളെ പേര്, പിരിഞ്ഞു പോകുന്നത് ആര്, ദിയാസ് ലോൺ അക്കൗണ്ട്. ഓക്കെ, ദിയാസ് ലോൺ അക്കൗണ്ടാണ്. നമുക്ക് ടോട്ടൽ ഇവിടെ കൊടുക്കാനുള്ളത്, ദിയക്ക് കൊടുക്കാനുള്ളത് എത്രയാണ്, 30,000 കൊടുക്കാനുണ്ട് അല്ലേ, 30,000 കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. എത്ര വർഷം കൊണ്ടാണ് ഈ കൊടുത്ത് തീർക്കുക എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതാ 3 year, 3 വർഷത്തേക്കാണ്. അപ്പം എന്താക്കണമെന്നോ, ഈ 30,000-നെ എത്ര വർഷത്തേക്കാണോ അതുകൊണ്ട് എന്താക്കണമെന്ന് ഡിവൈഡ് ചെയ്യണം. 30,000 ഡിവൈഡ് ബൈ 3. അപ്പോൾ 10,000 ഓരോ വർഷം എന്താക്കേണ്ടത്, നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. 10,000 ഓരോ വർഷം കൊടുക്കേണ്ടത്. അതെന്താക്കുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ഈ 30,000-ന് എന്തുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ വർഷത്തിൻ്റെ അവസാനമാണ് എന്താകുക, അവസാനത്തെ ഡേറ്റിലാണ് ഈ 30,000 എന്ന് പറഞ്ഞ സാധനം കൊടുക്കുക. അപ്പോൾ ആ 30,000 ഒരു വർഷം നമ്മളടുത്ത് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്താക്കണം, നമ്മളിവിടെ കാണണം. 30,000 × 10/100 = 3,000. ഇൻട്രസ്റ്റ് എത്ര, 3,000. ഓക്കെ, ഇത് ദിയൻ്റെ ക്യാപിറ്റലാണ് കേട്ടോ, ദിയാസ് ക്യാപിറ്റൽ. ഇനി ആ വർഷം നമ്മൾ എത്ര കൊടുക്കുന്നത് നോക്കുക. ആ വർഷം കൊടുക്കുന്നത് എത്രയാണ്, 10,000 അല്ലേ നമ്മൾ ഓരോ വർഷം കൊടുക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ക്യാഷായിട്ട് ബാങ്ക് ആട്ടോ ഇവിടെ വരിക, ബാങ്ക് 10,000 ആ വർഷം കൊടുക്കാനുള്ള, അതായത് 30,000-ന് കൊടുക്കാനുള്ള 10,000 പ്ലസ് 3,000 ഇൻട്രസ്റ്റും. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 13,000 നമ്മൾ എന്താവുന്നത് ആ വർഷത്തിൽ നമ്മൾ കൊടുക്കുന്നത്. ഡേറ്റ് മറക്കരുത് കേട്ടോ. ഡേറ്റ് ഈ 2 ഡേറ്റും 31-നാണ് ഉണ്ടാവുക. സോറി, ഇത് 1-ന് ഉണ്ടാവുക, ഇത് 31-ന് ഉണ്ടാവുക, ഇത് രണ്ടും 31-ന് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ ഇത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താക്കിയാൽ മതി, ഇതൊന്ന് ബാലൻസ് ചെയ്താൽ മതി. ഇവിടെ നോക്കുക, കൂടുതലുള്ളത് ഇവിടെ തന്നെയാണ്, 33,000. അത് ഇവിടെ ചെയ്താൽ 33,000. 33,000-ന് ബാലൻസ് എത്രയാണ് വരുന്നത്, 33,000-ന് 13,000 കുറച്ചാൽ 20,000. ഇനി അടുത്ത നോക്കുക, പിറ്റത്തെ വർഷം ബാലൻസ് വരുന്നത് എത്രയാണ്, 20,000 ആണ് അല്ലേ. 20,000 വരുന്നു. ആ 20,000-ന് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 20,000 × 10/100 എന്ന് പറയുമ്പോൾ 2,000 ആയിരിക്കും ഇൻട്രസ്റ്റ്. 2,000. ആ വർഷം നമ്മൾ കൊടുക്കൽ എത്രയാണ്, 10,000 പ്ലസ് 10,000 നമ്മൾ കൊടുക്കാനുള്ളതും 2,000 അതിന് ഇൻട്രസ്റ്റും. ഈ വർഷത്തെ ഇൻട്രസ്റ്റ് 2,000. അങ്ങനെ നമ്മളിവിടെ 12,000 കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, രണ്ടാമത്തെ വർഷം ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. നമ്മൾ ജസ്റ്റ് എന്താക്കിയാൽ മതി, ഇതൊന്ന് ബാലൻസ് ചെയ്താൽ മതി. 22,000. പിന്നുള്ളത് ബാലൻസ് എത്രയാണ് വരുന്നത്, 22,000-ന് 12,000 കുറച്ചാൽ 10,000 ആണ് ബാലൻസ് വരുന്നത്. ഓക്കെ,
ഇനി നമ്മളെന്താവുകയാണ് മൂന്നാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തെ വർഷത്തിലത്തെ ബാലൻസ് എത്ര ഉണ്ടാവുക? ഈ ബാലൻസാണ് ഇങ്ങോട്ട് വരിക, ഈ ബാലൻസാണ് ഇങ്ങോട്ട് വരിക. അപ്പം ഇവിടെ ബാലൻസ് 10,000. ഓക്കെ, 10,000 ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ? 10,000 ഇൻട്രസ്റ്റ് എത്ര ഉണ്ടാവുക? 1000 ഉണ്ടാവും. ഓക്കെ, ഇൻട്രസ്റ്റ് 1000. ആ വർഷം നമ്മൾ കൊടുക്കുന്നത് എത്രയാണ്? ബാങ്ക് എത്ര നമ്മൾ കൊടുക്കുന്നത്? 10,000 പ്ലസ് 1000, 11,000 നമ്മൾ ആ വർഷം എന്താവുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഇങ്ങേ സൈഡ് 11,000, ഇവിടെയും 11,000 ബാലൻസ് ഒന്നുമില്ല. അവളുടെ പൈസ എന്തായി? മൊത്തം കൊടുത്തു തീർത്തു. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കണക്കാണ്. 3-4 മാർക്ക് ഉണ്ടാവും. അതെന്താവരുത്, നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യം നോക്കുക. ഓക്കെ, ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. നല്ല രൂപത്തിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. നോക്കുക, ചോദ്യം ആദ്യം നല്ലോണം വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഗ്രേസി, ഷിയാന, സുബിഷ ആർ പാർട്ണേഴ്സ്. 5:3:2. 3 ആളുകൾ, അവരുടെ റേഷ്യോ 5:3:2 ആണ്. 31/3 അവരുടെ ബാലൻസ് ഷീറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. 31/3 അപ്പോൾ മാർച്ചിലാണ് കണക്ക് അവസാനിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ സംഭവങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. ഇനി പറയുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1/10/2017 ഈ ഗ്രേസി, അതായത് ഒന്നാമത്തെ ആൾ, 5ൻ്റെ ആൾ എന്താവുകയാണ്? മരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അവർ എത്ര മാസം നമ്മളടുത്ത് ഉണ്ടായിനി എന്നുള്ളത് എന്താക്കണം? ആദ്യം തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. മാർച്ചിലല്ലേ? മാർച്ചും കഴിഞ്ഞു. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഓക്കെ, 10ാമത്തെ മാസത്തിലല്ലേ മരിക്കണത്. അപ്പോൾ നോക്കുക, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. സെപ്റ്റംബറിലാണ് എന്താവണമെന്ന് മരിക്കണം കേട്ടോ. സെപ്റ്റംബർ 1-ാം തീയതിയാണ് മരിക്കുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഒക്ടോബറിലാണ് മരിക്കുന്നത്. ഒക്ടോബറിൽ മരിക്കുന്നു. ഒക്ടോബർ 1-ാം തീയതിയാണ് മരിക്കുന്നത്. ഓക്കെ, ഒക്ടോബർ 1-ാം തീയതി മരിക്കുന്ന സമയത്ത് ഒക്ടോബർ എന്താവില്ല? അതിൽ പെടില്ല. സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടം എന്താവുള്ളൂ? പെടുള്ളൂ. അപ്പം മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ മുതലാണ് കണക്ക് തുടങ്ങുക. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. 6 മാസമാണ് അവർ നമ്മളെ എന്തിനുള്ളത്? ബിസിനസ്സിലുണ്ട്. 7ാമത്തെ മാസം 1-ാം തീയതി എന്തായി പോയിട്ടുണ്ട്? ആൾ വടിയായി പോയിട്ടുണ്ട്. അപ്പം ഇനി എന്ത് വേണമെന്നോ? അവളുടെ അനന്തര ആളുകൾക്ക് എന്താവണമെന്നോ? ഈ സാധനം നമ്മൾ കൊടുക്കണം. അങ്ങനെ ഓലായിട്ട് സംസാരിച്ച് എന്താക്കി ഒക്കെ സെറ്റിൽ ചെയ്ത് താഴെ പറയുന്ന കണ്ടീഷനോട് കൂടെ എന്താക്കുക? നിങ്ങൾക്ക് തരാനുള്ളത് തരാം. അപ്പോൾ എന്തൊക്കെയാണ് നോക്കുക. ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി പ്രൊവൈഡഡ് 10% പെർ ആനം. ഓക്കെ, 10% എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം അവളുടെ ഇൻട്രസ്റ്റ് പിന്നെ ക്യാപിറ്റൽ എത്രയാണ് നോക്കണം. എന്താ ഗ്രേസിൻ്റെ ക്യാപിറ്റൽ എത്രയാണ്? 60 ഓക്കെ, 60,000-ൻ്റെ 10% 60,000 ഇൻറ്റു 10/100. ഇതാണ് ഒരു വർഷത്തേക്ക് ഉണ്ടാകുക. പക്ഷേ ആളിവിടെ എത്ര മാസത്തേക്കേ ഉള്ളൂ? 6 മാസത്തേക്കേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. ഇൻറ്റു 6/12. അതെന്താണ്? മാസത്തിൻ്റെ കണക്കാണ്. അപ്പോൾ അവിടെ എത്ര ഉണ്ടാവുക? 3000 ഉണ്ടാവുക. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര ഉണ്ടാവുക? 3000 ഉണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സാധനങ്ങൾ എന്താക്കിയാൽ മതി? വേഗം അവളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്, അവളുടെ മീൻസ് എക്സിക്യൂട്ടേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എന്താണ് നമ്മൾ മാറ്റുകയാണ്. ഓക്കെ, അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ആദ്യം തന്നെ നമ്മൾ എന്താക്കിയെന്നോ? ഓളെ പഴയ ബാലൻസ് എത്രയാണ്? 60,000 അല്ലേ? ഗ്രേസിൻ്റെത് 60,000. അത് നമ്മളിവിടെ എഴുതി. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, അവളുടെ ക്യാപിറ്റൽക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ, അതായത് ക്യാപിറ്റൽ എമൗണ്ട് കൂട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മളെന്താവും? ഈ ഭാഗത്തോട്ട് എഴുതുക.
ഈ ഭാഗത്തുണ്ടാവും ക്യാപിറ്റലിന് കൂട്ടുന്ന സാധനങ്ങൾ, ഈ ഭാഗത്ത് ക്യാപിറ്റലിന് കുറക്കുന്ന സാധനങ്ങൾ. രണ്ടാമത് നമ്മൾ പറഞ്ഞെന്താ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. അതത്ര 3000, അത് അവളുടെ ക്യാപിറ്റലിന് കൂട്ടുന്ന സാധനമാണ്. ഓക്കെ, അടുത്ത എന്താ നോക്കുക. പ്രോഫിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത് മേ ബി കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് വിച്ച് വാസ് Rs 30,000. ഓക്കെ, ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്. അതായത് പിന്നെ ഈ വർഷത്തെ ലാഭം എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ, കാരണം ഈ വർഷം കഴിയുമ്പോഴല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഏകദേശം ഒരു ധാരണയിൽ എന്താവണം, കാണണം. അതെന്താണെന്നറിയോ, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എത്രയെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തെ ലാഭം എന്താവുന്നത് കണക്കാക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എത്രയതാ, അതാണ് ഈ പറഞ്ഞത് 30,000 കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വർഷം എന്താവുക കണക്കാക്കുക. അപ്പോൾ 30,000 എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റാണ് കേട്ടോ, അതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഈ 30,000 ടോട്ടൽ പ്രോഫിറ്റാണ്. അതിൽ ഇവളുടെ പങ്ക് എത്രയാണ്, 5 × 5/10. ഓക്കെ, 30,000 × 5/10 എത്രയാണ് നോക്കുക. അപ്പോൾ 15,000 ഉണ്ടാവുക. ഈ 15,000 എന്ന് പറഞ്ഞ സാധനം അവൾ ഒരു വർഷം നമ്മുടെ പിന്നെ ഇതിൽ ഫേമിൽ നിന്നാൽ കിട്ടുന്നതാണ്. പക്ഷെ 6 മാസമേ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് എത്ര കിട്ടുള്ളൂ, ഇതിൻ്റെ പകുതിയേ കിട്ടുള്ളൂ. 12 മാസമാകുമ്പം 15,000 കിട്ടുമെങ്കിൽ 6 മാസം എത്രയേ കിട്ടുള്ളൂ, 7,500 ലാഭമായിട്ടുണ്ടാവുക. അത് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് രേഖപ്പെടുത്തട്ടോ. സസ്പെൻസ് അക്കൗണ്ട് 7,500. ഓക്കെ, ഇനി എന്താ പറയുന്നത് നോക്ക്. ഇനി കാര്യമായിട്ട് അതിലൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ വേറെ പ്രശ്നം കൂടെ ഉണ്ട്. നമ്മൾ ഈ സാധനത്തിലൊന്ന് നോക്കുക. ഈ സാധനത്തിലൊന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും സാധനം ഇവൾക്ക് കിട്ടാനുണ്ടോ ഇല്ലേ എന്നുള്ളത് എന്താക്കണം, നമ്മൾ നോക്കണം. ഈ ജനറൽ റിസർവ് എന്ന് പറഞ്ഞ സാധനം ഇവൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്. അപ്പോൾ അതെന്താവും, അതിൻ്റെ എമൗണ്ട് എന്താവണം, ഇവൾക്ക് കിട്ടേണ്ടതുണ്ട്. 12,000 ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ അത് ഫേമിൻ്റെ ജനറൽ റിസർവാണ്. അത് മൊത്തം ബുക്കുള്ളതല്ല. ഇവളുടെ റേഷ്യോക്ക് അനുസരിച്ചുള്ള മാത്രമേ എന്താവുള്ളൂ കിട്ടുള്ളൂ. ഇവളുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5/10 അതായത് പകുതി ഇവളുടേതാണ്. അപ്പോൾ 12,000-ൻ്റെ 6,000 എന്താണ് ഇവൾക്ക് കിട്ടേണ്ടതാണ്, ജനറൽ റിസർവ് 6,000. അപ്പോൾ അവിടെ പറഞ്ഞ എല്ലാ സാധനവും എന്താക്കിയിട്ടുണ്ട്, നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താക്കേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കുക, 60,000 പ്ലസ് 3,000 പ്ലസ് 7,500 പ്ലസ് 6,000 76,500. ഈ 76,500 ആർക്ക് നമ്മൾ കൊടുക്കാനുള്ളത്, അവൾക്ക് കൊടുക്കാനുള്ളത്. അത് നമ്മളെന്താവുന്ന ഇവിടെ ബാലൻസ് എത്ര തന്നെയാണ് വരുന്നത്, 76,500. ഇതാണ് ഗ്രേസിൻ്റെ പിന്നെ ഹയർക്ക് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ട് എന്താക്കണം, കാണണം കേട്ടോ, എന്നാലത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇങ്ങനത്തെ ഒരു ചോദ്യം കൂടെ നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. ഒരു ചോദ്യം കൂടെ എന്തായാലും ഇൻഷാ അല്ലാഹ് ഡീപ്പായിട്ടുള്ളൊരു ചോദ്യം കൂടെ നമ്മൾ ചെയ്യും. ഇനി നമ്മളിങ്ങനെ അടുത്തത് പറയുന്നത് അടുത്ത ചോദ്യം, നീരജ്, നിമ, അശ്വിൻ ആർ പാർട്ട്നേഴ്സ്. ഷെയറിംഗ് പ്രോഫിറ്റ് റേഷ്യോ 4:3:2. ഗുഡ് വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് അറ്റ് വാല്യൂ 45,000. അങ്ങനെ നിമ റിട്ടയർ ചെയ്യാണ്. റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു 90,000 റിട്ടയർ ചെയ്യുന്ന സമയത്തുള്ള ഗുഡ് വില്ല് എന്ന് പറഞ്ഞത്. നീരജും അശ്വിനും തീരുമാനിക്കണം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മളെ റേഷ്യോ 3:2 എന്നാണ്. പിന്നെ ഇനി ഗുഡ് വില്ലൊന്നും എന്താക്കണ്ട, അവിടെ കാണിക്കണ്ടെന്നോ, അങ്ങനെയാണ് എന്താക്കിയിട്ടുള്ളത്, തീരുമാനിച്ചിട്ടുള്ളത്. നോക്കട്ടോ, അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പിന്നെ ഒരു ഗുഡ് വില്ല് ഓൾറെഡി ഒരു 45,000 ഗുഡ് വില്ല് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ബുക്കിലൊരു ഗുഡ് വില്ല് ഉണ്ടെങ്കിൽ ആ ഗുഡ് വില്ല് എന്താക്കണമെന്നോ നമ്മൾ എഴുതി തള്ളണം. എഴുതി തള്ളുക എന്ന് പറഞ്ഞാൽ ഈ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടൊക്കെ ഡെബിറ്റ് ചെയ്യുക, ഗുഡ് വില്ല് എന്താക്കുക, ക്രെഡിറ്റ് ചെയ്യുക. അങ്ങനെയാണ് ആ സാധനം എന്താക്കേണ്ടത്, എഴുതി തള്ളേണ്ടത്. അപ്പോൾ നോക്കട്ടോ അതെങ്ങനെ ചെയ്യുക എന്നുള്ളത്. 45,000 ഗുഡ് വില്ല് ഓൾറെഡി അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ നോക്കുക. ഇവിടെ ആരുടെയൊക്കെ പേര് പറഞ്ഞത്, നീരജ്, നിമ, അശ്വിൻ എന്നല്ലേ. അപ്പോൾ അതാ നീരജ് അക്കൗണ്ട്, നീമ അക്കൗണ്ട്, അശ്വിൻ അക്കൗണ്ട്.
ഡെപ്റ്റർ 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 ടു ഗുഡ് വില്ല്. ഇതാണ് നമ്മൾ ഓൾറെഡി അവിടെ ഒരു ഗുഡ് വില്ല് ഉണ്ടെങ്കിൽ ചെയ്യേണ്ട പണി. ഓക്കെ, ഒരു ഗുഡ് വില്ല് ഉണ്ടെന്നല്ല പറഞ്ഞത്, ആ ഗുഡ് വില്ല് എന്താക്കണം, നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ 45,000 എന്നാണ് ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? യെസ്, 45,000 ആണ്. ഇവരുടെ റേഷ്യോ എത്രയാണ്? 4:3:2 ആണ്. 4:3:2 4:3:2 4 3 7 2 9 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 45,000-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5,000 ഉണ്ടാവുക അല്ലേ? 5,000 ഉണ്ടാവും. 5,000 ഇൻറ്റു 4, അപ്പോൾ 20,000 ആണ് ആര് കൊടുക്കേണ്ടത്? ഇവൻ ഓക്കെ, പിന്നെ 5,000 ഇൻറ്റു 3 15,000, പിന്നെ 2,000 ഇൻറ്റു 5,000 10,000, 10 15 25 20 45,000 ആയി. ഇതവിടെ ഗുഡ് വില്ല് 45,000. ഇതാണ് ആദ്യത്തെ ഗുഡ് വില്ല് ചെയ്യേണ്ട രൂപം. ഓക്കെ, അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ഗുഡ് വില്ലിനെ ക്രെഡിറ്റും ചെയ്യുക, എന്നിട്ട് അവരുടെ ഓൾഡ് റേഷ്യോയിൽ എന്താക്കുക, അത് വിഹിതം വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി രണ്ടാമത് 90,000 ഒരു ഗുഡ് വില്ലുണ്ട്. അതാണ് നമ്മളെ അടുത്ത പ്രശ്നം. ആ ചങ്ങായി പോകുമ്പോഴുള്ള ഒരു ഗുഡ് വില്ല് 90,000 ഉണ്ട്. ഈ 90,000 ഗുഡ് വില്ല് എന്ന് പറയുന്നത് മൊത്തം ആർക്കുള്ളതല്ല, നമ്മളെ ഈ ചങ്ങായിക്കുള്ളതല്ല. 90,000 എന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ ഗുഡ് വില്ലാണ്. അതിൽ ഓന് ആരാ പോകുന്നത്? ആരാ അവിടെ? നിമ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആൾ. അപ്പം ഈ 9 ഉള്ള ആളാണ് എന്താവണത്? റിട്ടയറായി പോകുന്നത്. നോക്കുക, $90,000 അല്ലേ? 90,000 ഇൻറ്റു 3/9 എത്ര ഉണ്ടാവുക? 30,000. 90,000 ഫേമിൻ്റെ ഗുഡ് വില്ലാണ്. അത് മൊത്തം മൂപ്പർക്കുള്ളതല്ല, മൂപ്പരെ റേഷ്യോക്ക് അനുസരിച്ചുള്ളത് മാത്രമേ എന്താവുള്ളൂ, മൂപ്പർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 30,000 ആണ് മൂപ്പർക്ക് കൊടുക്കേണ്ടത്. ഇനി ഈ 30,000 എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതാണ് പ്രശ്നം. ഈ 30,000 കൊടുക്കേണ്ടത് ഗെയിനിങ് റേഷ്യോയിലാണ്. ഓക്കെ, 30,000 കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഗെയിനിങ് റേഷ്യോയിലാണ്. ഗെയിനിങ് റേഷ്യോ അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ പകരം എന്ത് പറഞ്ഞിട്ടുണ്ട്? അവിടെ ന്യൂ റേഷ്യോയും പറഞ്ഞിട്ടുണ്ട്, ഓൾഡ് റേഷ്യോയും പറഞ്ഞിട്ടുണ്ട്. ന്യൂ റേഷ്യോ എന്ന് ഓൾഡ് റേഷ്യോ കുറച്ചാൽ എന്ത് കിട്ടും? ഗെയിനിങ് റേഷ്യോ കിട്ടും. ആ ഗെയിനിങ് റേഷ്യോയിൽ എന്താണ് ആ 30,000 കൊടുക്കേണ്ടത്? അപ്പോൾ നോക്കുക, ന്യൂ റേഷ്യോ ഇവിടെ തന്നിട്ടുള്ളത് എത്രയാണ്? 3:2 ആണ്. 3:2 മൈനസ് ഓൾഡ് റേഷ്യോ അവിടെ തന്നിട്ടുണ്ട് 4:3:2 ആണ്. അപ്പം 4/9 2/9 3 പോകുന്നത്. അതുകൊണ്ട് എന്തായാലും അവൻ്റെ കണക്ക് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നോക്കുക, 3 9 27 മൈനസ് 5 4 20 9 5 45. അപ്പം ഇവിടെ 7/45 2 9 18 മൈനസ് 5 2 10 5 9 45 8/45. അപ്പോൾ അവരുടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞത് 7:8 ആണ്. ഓക്കെ, 7:8 ആണ്. അപ്പോൾ ആ റേഷ്യോയിലാണ് നമ്മൾ എന്താ വേണ്ടത്? ഈ 30,000 വീതം വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ കൊടുക്കുക നോക്കുക. 30,000 ഇൻറ്റു ഒന്നാമത്തെ ആൾ കൊടുക്കേണ്ടത് 7/15. ഇത് രണ്ടും കൂടെ കൂട്ടിയതാണ് കേട്ടോ ഈ 15 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ആൾ കൊടുക്കേണ്ടത് 30,000 ഇൻറ്റു 8/15. നോക്ക് എത്രയാണെന്നുള്ളത്. ഒന്നാമത്തെ ആൾ കൊടുക്കേണ്ടത് 14,000. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ആൾ എത്ര ആയിരിക്കും? 16 ആയിരിക്കും. 16,000 ആയിരിക്കും. എന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൂട്ടുക. 30,000 ഇൻറ്റു 8/15 16,000. ഇങ്ങനെയാണ് എന്താവേണ്ടത്? ഫസ്റ്റത്തെ ആൾ 14,000 കൊടുക്കണം, രണ്ടാമത്തെ ആൾ 16,000 കൊടുക്കണം. ഓക്കെ, ഇത് അവരെ ക്യാപിറ്റലിൽ നിന്ന് കൊടുക്കുകയല്ലേ ചെയ്യുക. അവരെ ക്യാപിറ്റലിൽ നിന്ന് മറ്റേ ആളെ ക്യാപിറ്റലിലേക്ക് പോവുകയാണ് ചെയ്യുക.
അപ്പോൾ ക്യാപിറ്റൽ കുറയുമ്പോൾ നമ്മൾ കുറയുന്ന ആൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും, കൂടുന്ന ആൾ നമ്മൾ എന്താക്കും, ക്രെഡിറ്റും ചെയ്യും. അപ്പോൾ നോക്കുക, ഒന്നാമത്തെ ആൾ എന്താ, നീരജോ, എന്താ പേര്, നീരജ് അക്കൗണ്ട് ഡെപ്റ്റർ, അശ്വിൻ അക്കൗണ്ട് ഡെപ്റ്റർ 2. പോകുന്ന ചങ്ങായിക്കല്ലേ പൈസ കിട്ടുന്നത്, ഓൻ്റെ ക്യാപിറ്റലല്ലേ കൂടുന്നത്. നമ്മൾ നിമ അക്കൗണ്ട് നമ്മളിവിടെ 14,000, 16,000, 30,000. അപ്പോൾ 2 ജേണൽ എൻട്രിയാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഒന്ന് ഓൾറെഡി ബുക്സ് ഓഫ് അക്കൗണ്ടിലുള്ള നമ്മൾ എന്താ ചെയ്തത്, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്താട്ട് അത് ഒഴിവാക്കി. പിന്നെ എന്താക്കി, പോകുന്ന ചങ്ങായി ടോട്ടൽ ഗുഡ്വിൽ എത്രയെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് അവന് കിട്ടുന്നത് എത്ര എന്താക്കി ആദ്യം നമ്മൾ കണ്ടെത്തി. എന്നിട്ട് ആ കിട്ടിയ സാധനം മറ്റുള്ള ആളുകൾ കൊടുക്കേണ്ടത് ഏത് റേഷ്യോയിലാണ്, ഗെയിനിങ് റേഷ്യോയിലാണെന്ന് പറഞ്ഞ് ആ ഗെയിനിങ് റേഷ്യോ നമ്മൾ കണ്ടെത്തി, നമ്മൾ എന്താക്കിയ ജേണൽ എൻട്രി എഴുതി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കണക്കിലേക്ക് പോവാണ്. ഇതൊക്കെ ചെയ്യണം കേട്ടോ, കണക്ക് കണ്ടാൽ മാത്രം എന്താവില്ല എന്ന് പിടുത്തം കിട്ടൂല, കണക്ക് ചെയ്യുന്നേ വേണേ, എന്നാലേ എന്താവുള്ളൂ, കിട്ടുള്ളൂ. ഇനി അമീന, ഫിദ, ഗായത്രി ആർ പാർട്ണേഴ്സ്, ഷെയറിംഗ് പ്രോഫിറ്റ് റേഷ്യോ 5:3:2. ഫിദ റിട്ടയർ, ഫിദ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആൾ റിട്ടയർ ചെയ്യാണ്. ആൻഡ് ഹെർ ഷെയർ വർ അക്വയർഡ് ബൈ അമീന ആൻഡ് ഗായത്രി ഇൻ ദ റേഷ്യോ. എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്ത അതേമാതിരത്തെ കണക്കാണ്, നമ്മൾ എന്താക്കുന്നില്ല, റിപ്പീറ്റ് അടിക്കുന്നില്ല കേട്ടോ. അടുത്ത പാസ് ജേണൽ എൻട്രീസ് ഫോർ ദ ഫോളോയിങ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. ഇതും നമ്മൾ 2-3 തവണ ചെയ്ത കണക്കുകളാണ്. എന്തൊക്കെയാണ്, ഒന്ന് ജനറൽ റിസർവാണ്. ജനറൽ റിസർവ് 12,000 ഉണ്ട്. പിന്നെ അവരുടെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 3:2:1. അപ്പോൾ ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപിറ്റലിനെ കൂട്ടുന്ന സാധനമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താക്കിയാൽ മതി, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ 2 ആരതാ, നീരജ്, മീര, റാണി, 3 ആൾ അക്കൗണ്ടിലേക്ക് എന്താക്കിയാൽ മതി, അവരുടെ റേഷ്യോയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇന്നലെ നമ്മൾ ചെയ്ത സെയിം കണക്കാണ്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ലോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ക്യാപിറ്റലിന് അങ്ങോട്ട് പൈസ പോവുകയാണ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ എന്താക്കണം, മേലെ എഴുതണം. എന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താക്കണം, ഡെബിറ്റും ചെയ്യണം. ഇന്നലെ ചെയ്ത കണക്കാണ്, അതുകൊണ്ടാണ് നോക്കാത്തത് കേട്ടോ. അടുത്ത ചോദ്യം, പിന്നെ ഇതിൻ്റെ ജേണൽ എൻട്രി ചെയ്താൽ പറഞ്ഞാണ്, റെക്കോർഡിംഗ് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫർണിച്ചർ ബൈ 2,000. ഈ പിന്നെ 2,000 രൂപേൻ്റെ വില എന്തായി, വർദ്ധിച്ചു. ഫർണിച്ചറിൽ എന്തായി, 2,000 രൂപേൻ്റെ വില വർദ്ധിച്ചു. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കുക. ഓക്കെ, അതൊന്നുമില്ല, റിവാലുവേഷനിലെ ജേണൽ എൻട്രിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റിവാലുവേഷനിലെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണ് റിവാലുവേഷന്. ബിസിനസ്സിൻ്റെ ലാഭം കിട്ടുന്ന, അതായത് പോസിറ്റീവായിട്ട് തോന്നുന്ന സാധനങ്ങളൊക്കെ നമ്മളെന്താവും ഇവിടെ രേഖപ്പെടുത്തും. അപ്പോൾ ഫർണിച്ചർ നമ്മൾ ഇവിടെ ഉണ്ടാകുക, 2,000 രൂപ ഇൻക്രീസ് എന്നല്ല പറഞ്ഞത്, 2,000 രൂപേൻ്റെ വില വർദ്ധിച്ചു. അപ്പോൾ ഫർണിച്ചർ ഇവിടെ ഉണ്ടാകുക, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 2 റിവാലുവേഷൻ. ഇന്നലത്തെ കണക്ക്, ഇന്നലത്തെ വീഡിയോസ് നല്ലോണം കണ്ടാൽ മതി കേട്ടോ, അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ബാക്കി ക്വസ്റ്റ്യനുകൾ നോക്കുക. 30ാമത്തെ ക്വസ്റ്റ്യൻ, അനില, കമല, വിമല ആർ പാർട്ണേഴ്സിന്. അനില റിട്ടയർ ഫ്രം ദ 1st April. ഓൺ ദാറ്റ് ഡേറ്റ് 2 ലക്ഷം ബിക്കംസ് ഡ്യൂ, കൊടുക്കാനുണ്ട്. ലോൺ അക്കൗണ്ടിലേക്ക് എന്താവുകയാണ്, കൊടുക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാർ പറയുകയാണ് 4 ഈക്വൽ ആയിട്ട് നമ്മൾ തരാം, ഇൻട്രസ്റ്റ് 8%. നമ്മൾ നേരത്തെ ബാങ്ക് അക്കൗണ്ട് ചെയ്തില്ലേ, ലോൺ അക്കൗണ്ട് ചെയ്തില്ലേ, പിരിഞ്ഞു പോകുന്ന സമയത്ത് ഇൻസ്റ്റാൾമെൻ്റ് ആയി തരാമെന്ന് പറഞ്ഞിട്ട് സെയിം കണക്കാണുള്ളത്. പക്ഷെ ഇവിടെ കൊടുക്കാനുള്ളത് എത്രയാണ്, 2 ലക്ഷമാണ്. ഓക്കെ, എത്ര തവണ ആയിട്ടാണ് കൊടുക്കുന്നത്, അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, 4 തവണ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ 2 ലക്ഷം ബൈ 4 എന്ന് അടിക്കുക. അപ്പോൾ എത്ര കിട്ടുക, 50,000 ഉണ്ടാകും. ഓക്കെ, ഈ 50,000 ഓരോ വർഷം വെച്ച് കൊടുക്കുക. 50,000 ഓരോ വർഷം വെച്ച് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു തരാം. ഇവിടെ ആദ്യം 2 ലക്ഷം ഉണ്ടാവും, പിന്നെ ആ 2 ലക്ഷത്തിന് ഇൻട്രസ്റ്റും ഇവിടെ ഉണ്ടാവും. ഇവിടെ ഫസ്റ്റിൽ 50,000 ഉണ്ടാവും, ബാലൻസ് നമ്മൾ ഇവിടെ എഴുതും. ഈ ബാലൻസ് അടുത്ത വർഷത്തേക്ക് എഴുതും. ഓക്കെ, അതിന്മേലുള്ള ഇൻട്രസ്റ്റ് എന്താക്കും, 1,50,000 ഇൻട്രസ്റ്റ് ഇവിടെ എഴുതും. ആ വർഷം കൊടുക്കുന്ന 50,000 നമ്മൾ ഇവിടെ എഴുതും, ബാലൻസ് ഇവിടെ എഴുതും. നേരെ പുറത്തേക്ക് ആ ബാലൻസ് മാറ്റി എഴുതും. നിങ്ങൾ മുമ്പത്തെ കണക്ക് കണ്ടാൽ മതി. ഒരു 4 മാർക്കിൻ്റെ ചോദ്യമാണ്, കളയരുത്. സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. 8% ഇൻട്രസ്റ്റ്, അത് മാത്രമാണ് ഇവിടെ മാറ്റം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് 10%. അപ്പോൾ കണക്കൂട്ടാൻ സിമ്പിൾ ആയിരുന്നു. 8% ചെറിയൊരു റിസ്ക് ഇല്ല. ഓക്കെ, അടുത്ത ചോദ്യം അങ്ങനെ തന്നെയാണ്, ലോൺ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ നോക്കുക, 36,000 കൊടുക്കാനുള്ളത്.
4 ഈക്വലാണ്. അപ്പോൾ 36,000 ഡിവൈഡ് ബൈ 4. അപ്പോൾ മനസ്സിലാവും 9,000 വെച്ചിട്ടാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 9,000 പ്ലസ് 10% ഇൻട്രസ്റ്റുമാണ് ഓരോ വർഷവും ഉണ്ടാവുക. അടുത്തത് വീണ്ടും അങ്ങനെ തന്നെയാണ്. അനൂപ് നമ്മൾ ചെയ്യുന്നില്ല. ഇത് തോമസ് അങ്ങനെ തന്നെയാണ്. നമ്മൾ വീഡിയോൻ്റെ ലെങ്ത് ഓവറായിട്ട് ലെങ്ത് അങ്ങനെ കൂട്ടി കൊണ്ടുപോകേണ്ട വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇത് ടഫുള്ളതല്ല കേട്ടോ, മനസ്സിലാക്കുക. സിമ്പിളായിട്ട് കിട്ടുന്ന 4 മാർക്കാണ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ എന്താക്കിയാൽ മതി, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇൻഷാല്ലാ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യും, എന്താക്കി തരേണ്ട വീഡിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് ചെയ്ത് സെറ്റാക്കാം. അടുത്ത 34. XYZR പാർട്ട്നേഴ്സാണ്. 3:2:1 ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ ഹയർക്ക് സെറ്റിൽ ചെയ്യുന്ന കണക്കാണ്. ഓക്കെ, ഇത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നോക്കുക, XYZR പാർട്ട്നേഴ്സ് 3:2:1. അങ്ങനെ എക്സ് മരിക്കുകയാണ് 1-ാം തീയതി, ഒക്ടോബർ 1-ാം തീയതിയാണ് എന്താണത് മരിക്കണ സമയത്ത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താക്കിയെന്നോ അയാളുടെ എക്സിക്യൂട്ടറായിട്ട് എന്താക്കി പറഞ്ഞ് സെറ്റാക്കി എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ കുറച്ച് കണ്ടീഷൻസ് എന്താക്കുന്നുണ്ട് അവിടെ പറയുന്നുണ്ട്. ആ കണ്ടീഷനുകളാണ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താക്കാണ് കണക്ക് ഇവിടെ ചെയ്യുകയാണ്. ഒന്ന്, ഗുഡ്വിൽ ടു ബി വാല്യൂഡ് അറ്റ് 2 years പർച്ചേസ് ഓഫ് ദ ലാസ്റ്റ് 5 year ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 30,000 സോറി. ആവറേജ് പ്രോഫിറ്റ് 30,000. അപ്പോൾ അത് വെച്ചായിട്ട് എന്താക്കണമെന്നോ നമ്മൾ ഗുഡ്വില്ല് കണക്കാക്കണം എന്നാണ് പറഞ്ഞത്. ഗുഡ്വില്ല് ഇവിടെ 2 years പർച്ചേസാണ്. ഓക്കെ, 2 years പർച്ചേസാണ് എന്താവണത് ഗുഡ്വില്ല് കാണുന്നത്. ഓക്കെ, പിന്നുള്ളത് മെഷീനറി ഡിപ്രിസിയേറ്റഡ് ബൈ 12,000, ബിൽഡിംഗ് അപ്രിസിയേറ്റഡ് ബൈ 24,000. അപ്പോൾ ഇത് റീവാലുവേഷനാണ്. ഇത് ചുരുക്കിയിട്ട് റീവാലുവേഷൻ പറഞ്ഞതാട്ടോ. 12,000 റുപ്യ വില കുറഞ്ഞ് 24,000 റുപ്യ വേറൊന്നിൻ്റെ വില കൂടുകയും ചെയ്ത്. ഓക്കെ, ഒരു സാധനത്തിൻ്റെ വില 12,000 കുറഞ്ഞു, വേറെ സാധനത്തിൻ്റെ വില 24,000 കൂടി. അപ്പോൾ ശരിക്കും ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 12,000 ആണ്. ഈ 12,000 ഫേമിൻ്റെതാണ്, മൊത്തം ഇയാൾക്ക് കിട്ടേണ്ടതല്ല. 12,000 റീവാലുവേഷനിലെ ബാലൻസ് എന്ന് പറഞ്ഞത്. അതിൽ ഇയാൾക്ക് കിട്ടേണ്ടത് എത്രയും നോക്കുക. ഇതിപ്പോൾ മരിക്കണ എക്സ് അല്ലേ, എക്സ് എന്ന് പറഞ്ഞാൽ XYZ. അപ്പോൾ 1-ാമത്തെ ആൾ പകുതി മൂപ്പർക്ക് ഉണ്ടാവും കേട്ടോ, കാരണം 3/6 ഓക്കെ, അപ്പോൾ 6,000 മൂപ്പർക്കായി കിട്ടാനുണ്ടാവുക. ഓക്കെ, പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഫോർ ദ ഇയർ 2016 when taken as having accrued at the same rate as that previous year. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മളെന്താക്കണമെന്നോ ഈ വർഷത്തെ പ്രോഫിറ്റ് കൊടുക്കണ്ടേ. അയാൾ നമ്മളെ സ്ഥാപനത്തിൽ നിന്ന സമയം വരെയുള്ള പ്രോഫിറ്റ് എന്താക്കണം, മൂപ്പർക്ക് നമ്മൾ കൊടുക്കണം. അതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് പ്രോഫിറ്റാണ്, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണോ അത്ര തന്നെയാണ് എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത്. 36,000 കഴിഞ്ഞ വർഷം കിട്ടിയ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർഷം 36,000 തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 36,000 സ്ഥാപനത്തിൻ്റെ ആണ്. അവൾക്ക് എത്ര ഉണ്ടാവുക? 3/6, അതായത് പകുതിയാണ് ഉണ്ടാവുക, 18,000 ഉണ്ടാവുക. പക്ഷേ അവിടെയും പ്രശ്നമുണ്ട്. 18,000 എന്ന് പറഞ്ഞാൽ ഒരു വർഷം വർക്ക് ചെയ്താലാണ് എന്തുണ്ടാകുക? 18,000 ഉണ്ടാവുക. ഇവൾ ഒരു വർഷം നമ്മളെ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അതിൻ്റെ മുമ്പ് മരിച്ചു പോയിട്ടുണ്ട്. കണക്ക് തയ്യാറാക്കുന്നത് 31/3 മാർച്ചിനാണ് നമ്മൾ സാധാരണഗതിയിൽ കണക്ക് തയ്യാറാക്കൽ. നോക്കുക, അപ്പോൾ ഇവൾ മരിക്കുന്നത് എപ്പോഴാണ്? ഒക്ടോബർ 1-നാണ് മരിക്കണത്. അപ്പം സെപ്റ്റംബർ വരെയുണ്ട്. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ എന്ന് പറഞ്ഞാൽ 6 മാസമേ നമ്മുടെ അടുത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരിക്കും ഇവളെ പ്രോഫിറ്റ് എത്രയാണ്? 9,000 എന്താ ഉണ്ടാവുള്ളൂ? പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണോ? 36,000 സ്ഥാപനത്തിൻ്റെ ലാഭം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്ഥാപനത്തിൻ്റെ ലാഭം മൊത്തം ഒക്കെ ഉള്ളതല്ല, ഓള റേഷ്യോ അനുസരിച്ച് കിട്ടുള്ളൂ. അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞത് 3:6 അതായത് 6 ആക്കിയതിൻ്റെ 3 ഭാഗം, അതായത് പകുതി നടത്തും. അപ്പോൾ 18,000-ൻ്റെ പകുതി എന്ന് പറഞ്ഞത് 9,000 ഈ 9,000 ഒരു വർഷം നിന്നാൽ മാത്രമേ എന്താവുള്ളൂ? ആ 9,000 ലാഭം കിട്ടുള്ളൂ.
18,000 ലാഭം കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ 6 മാസമേ നമ്മളെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ളൂ. 7ാമത്തെ മാസം 1-ാം തീയതി ഓളം എന്തായിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ 9,000 എന്തുണ്ടാവുള്ളൂ ആൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞ് ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12% ഒക്കെ കൊടുക്കുന്നുണ്ട്. 60,000 ആണ് എന്ത് ഓളെ ക്യാപിറ്റൽ ഇവിടെ വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനകത്ത് ക്യാപിറ്റൽ 60,000 ആണ്. അപ്പോൾ നോക്കുക 60,000 ഇൻറ്റു 12/100. അതുണ്ടാവില്ല 7,200 പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവളുടെ ക്യാപിറ്റൽ 6 മാസമേ നമ്മുടെ അടുത്തുള്ളൂ. അവൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തില്ല, അവളുടെ ക്യാപിറ്റൽ നമ്മൾ കൊടുക്കുകയല്ലേ. അപ്പോൾ അതില്ല. അപ്പം 7,200 ഒരു വർഷത്തിൽ നമ്മൾ അവൾക്ക് കൊടുക്കണത്. പക്ഷേ 6 മാസമേ നിന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. ഓക്കെ, 12 മാസത്തിൻ്റെ പകുതിയാണല്ലോ 6 മാസം. അപ്പോൾ 3,600 ഈ വകയിൽ അവൾക്ക് കിട്ടാനുള്ളത്. 3,600. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുക. പിന്നെ അവിടെ ഒരു 24,000 എന്തുണ്ടെന്നോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 24,000 ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 24,000 ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ലാഭം ഉണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ ആ 24,000 അവൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്. 24,000 സ്ഥാപനത്തിൻ്റെ ആണ്, മൊത്തം അവകാശപ്പെട്ടതല്ല. അവളുടെ റേഷ്യോ അനുസരിച്ച് പകുതിയാണ് നമ്മൾ പറഞ്ഞു. 3/6 എന്ന് പറയുമ്പോൾ പകുതിയാണ്. അപ്പോൾ 12,000 ഈ വഴി എന്താണ്ട് ഒക്കെ കിട്ടാനുണ്ട്. ഓക്കെ, ഇനി നമ്മളെന്താവുകയാണ്, ഓളെ അക്കൗണ്ടിൽ ഓരോന്നോരോന്ന് എന്താക്കുകയാണ്, നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. നോക്കുക, ഫസ്റ്റ് ബാലൻസ് ഉണ്ടാവുക, ഓളെ ക്യാപിറ്റൽ ബാലൻസ്. അതത്ര ഇവിടെ പറഞ്ഞിട്ടുള്ളത് 60,000. കണ്ടോ, $60,000 അവൾക്ക് എന്തുണ്ട്, ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഗുഡ് വില്ല്. ഇതാ ആദ്യം പറഞ്ഞ സാധനം എന്താണ്, ഗുഡ് വില്ലാണ്. ഗുഡ് വില്ല് വാല്യൂഡ് അറ്റ് 2 years പർച്ചേസ്. 30,000 അല്ലേ ഗുഡ് വില്ല് ഇവിടെ പറഞ്ഞത്. നോക്കാം, 30,000 ഗുഡ് വില്ല് പറഞ്ഞു. അല്ല, 30,000 ആവറേജ് പ്രോഫിറ്റ് പറഞ്ഞു. 30,000 2 years പർച്ചേസ്. അപ്പോൾ 30,000 ഇൻറ്റു 2 60,000. ഈ 60,000 സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ലാണ്. ഓക്കെ, 60,000 സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ലാണ്. സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ല് മൊത്തം ഒക്കെ ഉള്ളതല്ല, ഓക്ക് എത്ര ഉണ്ടാവുള്ളൂ, ഇതിൻ്റെ പകുതി. അതായത് 60,000 ഇൻറ്റു 3/6. അവളുടെ റേഷ്യോ അനുസരിച്ച് എത്ര ഉണ്ടാവുള്ളൂ, 30,000 ആണ് അവൾക്കുള്ള ഗുഡ് വില്ല് എന്ന് പറഞ്ഞത്. ഈ ഗുഡ് വില്ല് ആരാണ് കൊടുക്കുക, ഈ ഗുഡ് വില്ല് കൊടുക്കേണ്ടത് വൈയും സെഡും ആണ്. എക്സ് മരിച്ചു, വൈയും സെഡും ആണ് കൊടുക്കേണ്ടത്. ഇവരുടെ ന്യൂ റേഷ്യോ പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരുടെ ന്യൂ റേഷ്യോ എത്രയായിരിക്കും, 2:1 ആണ്. അപ്പം ഇവിടെ 30,000-ൻ്റെ 3 ഭാഗമാക്കിയാൽ 2 ഭാഗം ആര് കൊടുക്കണം, നമ്മളെ വൈ കൊടുക്കണം. 1 ഭാഗം ആരാണ് കൊടുക്കണം, സെഡും കൊടുക്കണം. അപ്പം 20,000 10,000. ഓക്കെ, അപ്പം ഗുഡ് വില്ല് നമ്മളെ വൈൻ്റെ ക്യാപിറ്റലിന് 20,000 വരും. പിന്നെ അതുപോലെ തന്നെ സെഡിൻ്റെ ക്യാപിറ്റലിന് 10,000 വരും. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എന്താ നോക്കുക, ഗുഡ് വില്ലിൻ്റെ നമ്മൾ കഴിഞ്ഞു കേട്ടോ. ബാലൻസ് എഴുതി, ഗുഡ് വില്ല് എഴുതി. ഇനി പറഞ്ഞത് ഇതാ 12,000 24,000. 12,000 വില കുറഞ്ഞു, 24,000 വില കൂടി. അപ്പോൾ 12,000 ആണ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് റീവാലുവേഷൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞത്. ആ ബാലൻസ് നിന്ന് 12,000 മൊത്തം ഒക്കെയുള്ളതല്ല, ഒക്കെ എത്ര ഉണ്ടാവുള്ളൂ, 3/6 ഉണ്ടാവുള്ളൂ. അതെത്രയാണ്, 6,000. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നു റീവാലുവേഷൻ ബാലൻസ് 6,000. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത എന്താ നോക്കുക, ഏതാ കണക്ക് തന്നെയല്ലേ. പ്രോഫിറ്റ് ഫോർ ദ ഇയർ 36,000 ആണ് നമ്മൾ എന്താക്കി എടുക്കുന്നത്, പ്രോഫിറ്റ് ആക്കിയിട്ട് നമ്മൾ കാണുന്നത്, സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ 36,000 പ്രോഫിറ്റ് ആകുമ്പോൾ അവളുടെ എത്രയാണ്, 36,000 ഇൻറ്റു 3/6 ആണ്. അത് 18,000 ഉണ്ടാവുക. ആ 18,000 ഒരു വർഷം നിന്നാലാണ്. പക്ഷേ ഇവൾ 6 മാസം നമ്മുടെ അടുത്ത് ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് 9,000 ആണെന്നുണ്ടാകുക, സസ്പെൻസ് ആയിട്ടുണ്ടാവുക. സസ്പെൻസ് 9,000.
ഓക്കെ. ഇനി എന്താ അതിൽ രേഖപ്പെടുത്താനുള്ളത് നോക്കുക. ഗുഡ്വിൽ നമ്മൾ പറഞ്ഞു, ഈ റിവാലുവേഷൻ്റെ പറഞ്ഞു, പ്രോഫിറ്റ് നമ്മൾ രേഖപ്പെടുത്തി. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 60,000-ൻ്റെ 12% എന്ന് പറഞ്ഞത് എത്രയാണ്? 7,200 ഉണ്ടാവുക. അത് പിന്നെ 6 മാസം എന്തുള്ളൂ അവൾ നമ്മളെടുത്തുള്ളൂ, അതുകൊണ്ട് 3,600 ഉണ്ടാവുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 7,200, 3,600. ഓക്കെ. പിന്നെ നമ്മൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ലാഭം കിട്ടാണ്ട് 24,000 എന്നുണ്ട് അവിടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റായിട്ട്, അതായത് വീതം വെക്കാത്തൊരു പ്രോഫിറ്റ് 24,000-ൻ്റെ ഉണ്ട്. അത് ഇവക്കും കൂടെ അവകാശപ്പെട്ടതാണ്. അതെത്രയുണ്ടാവുക? ഇവിടെ 24,000 ഇൻറ്റു 3/6, അതായത് അതിൻ്റെ പകുതി നടത്തും. അത് എത്രയാണ്? 12,000 ആണ്. ഓക്കെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 12,000 ഉണ്ടാവുക. അപ്പോൾ ഏകദേശം എല്ലാ സാധനങ്ങളും എന്താക്കി നമ്മളിവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞ് ഇനി നമ്മളത് മൊത്തം എന്താക്കണമെന്ന് കൂട്ടണം. നോക്കുക, 60ഉം 20ഉം 80, 80ഉം 10ഉം 90, 90ഉം 99, 1,005, 1,005, 1,007, 1,017, 1,017ഉം 1,020, 600. യെസ്, 120, 600. ഇവിടെയും അതേ എമൗണ്ട് എഴുതുന്നു. ഇവിടെ എന്താക്കുന്നു നമ്മൾ? എക്സസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്. ഓക്കെ. ഇത് കുറച്ച് സമയം ഇരുന്ന് നമ്മൾ ഓരോന്ന് ഇങ്ങനെ ചെയ്ത് വരേണ്ട കണക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എന്താക്കുക ഇതിനു വേണ്ടി ചിലവഴിക്കുക. കണ്ടുപോയാൽ മാത്രം എന്താവില്ല, കിട്ടൂല കേട്ടോ. അത് ശരിക്കും എന്താവുക മനസ്സിലാക്കുക. കണ്ടുപോയാൽ കാര്യം കിട്ടൂല, അത് ചെയ്ത് പഠിക്കുക തന്നെ വേണം. ഓക്കെ. അക്കൗണ്ടൻസിയാണ് അടുത്തത്. അടുത്തത് വീണ്ടും ലോൺ അക്കൗണ്ടാണ് കേട്ടോ. 1,20,000 ആണ്. ഒന്നത് ഇൻട്രസ്റ്റ് എത്രയാണ്? പിന്നെ ഇതാ 4 ഈക്വൽ പേയ്മെൻറ്റ്. അപ്പോൾ 1,20,000 ഡിവൈഡ് ബൈ 4, അപ്പോൾ 30,000 ഉണ്ടാവുക. ആ 30,000-ത്തിലേക്ക് എന്താക്കിയാൽ മതി? ഇൻട്രസ്റ്റും കൂട്ടി അങ്ങനെ കൊടുത്തേച്ചാൽ മതി. ഇവിടെ വേറൊരു ചോദ്യം കൂടെ എന്താക്കിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പാസ് ജേണൽ എൻട്രി ഫോർ ദ എമൗണ്ട് ഡ്യൂ ടു രാജേഷ് ഓൺ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. ചോദ്യം മനസ്സിലായോ? റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് വരിക എന്നാണ് ചോദിച്ചത്. ഓക്കെ. പാസ് ജേണൽ എൻട്രി ഫോർ ദ ഡ്യൂ ടു രാജ്. റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഇവിടെ ലോൺ അക്കൗണ്ട് ആയിട്ടാണല്ലോ ഇത് കൊടുക്കുന്നത്. ലോൺ അക്കൗണ്ടായി കൊടുക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? രാജേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു രാജേഷ് ലോൺ അക്കൗണ്ട്. രാജേഷിനല്ലേ ആളെ പേര്? യെസ്, അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ ജേണൽ എൻട്രി. രാജേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു രാജേഷ് ലോൺ അക്കൗണ്ട്, അങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ലോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ടിൽ എമൗണ്ട് ഈസ് ഫുള്ളി പെയ്ഡ് ഓഫ്, പൂർണ്ണമായിട്ട് അടച്ച് തീരുന്നത് വരെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1,20,000 ആണ്, 4 തവണ ഈക്വലാക്കി. അപ്പോൾ എന്താക്കിയാൽ മതി? 4 വർഷം കൊണ്ട് എന്താവും? അത് ഫുള്ളി പെയ്ഡ് ഓഫ് ആവും. അടുത്ത ചോദ്യം, ലക്ഷ്മി, പ്രിയ, ദീപ അവരെന്താണ്? ഈക്വൽ പാർട്ണർമാരാണ് കേട്ടോ. അവരുടെ ബാലൻസ് ഷീറ്റ് എന്തായിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അതിപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേമാതിരി കണക്കാണ്. ഇത് ഞാൻ എന്താക്കുന്നില്ല, പൂർണ്ണമായിട്ട് ചെയ്യുന്നില്ല. സംഭവങ്ങൾ മാത്രം ഇവിടെ പറയാം. ലിസ്റ്റ് നിങ്ങൾ എന്താക്കണം, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കുക, ഇവിടെ ജനറൽ റിസർവിൻ്റെ ഫണ്ട് ഉണ്ട്. അത് അവൾക്ക് കിട്ടേണ്ട ഫണ്ടായിരിക്കും. മരിക്കണത് 31 മെയ്യിനാണ്. അപ്പം നമ്മളെ ഇവിടെ നോക്കുക, ഇവിടെ മാർച്ചിലാണ് എന്താവുന്നത് കണക്ക് അവസാനിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ കണക്ക് തുടങ്ങും. ഏപ്രിൽ, മെയ് 2 മാസം മാത്രമേ ആളെന്തുള്ളൂ നമ്മളെ ബിസിനസ്സിലുള്ളൂ. അപ്പോൾ 2 മാസത്തെ കണക്ക് മാത്രം എന്താക്കിയാൽ മതി, കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് ഇതാണ് റിസർവ് ഫണ്ട്. ഈ സാധനമൊക്കെ കിട്ടേണ്ട സാധനമാണ്. പിന്നൊന്ന് ബാലൻസ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് അൺഡിസ്ട്രിബ്യൂഷൻ, അത് ഒക്കെ കിട്ടേണ്ടി വരും. അത് നമ്മൾ പറഞ്ഞു റിസർവ് ഇത് കിട്ടും. ഇനി ബാക്കിയുള്ള സാധനങ്ങളോട് പറയുന്നുണ്ട്. പിന്നെ നോക്കുക, ഷെയർ ഓഫ് ഗുഡ് വിൽ അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റിൽ എന്താക്കണം എന്നാ ഇവിടെ എന്താക്കിയിട്ടുണ്ട്? ആവറേജ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ടാവും. ഗുഡ് വിൽ ഓഫ് ദ ഫേം ഈസ് വാല്യൂഡ് അറ്റ് 30,000. സോറി വേറെ കണക്കാട്ടോ. ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഈസ് 42,000. 42,000 ആണ് അവിടെ എന്തായിട്ടുണ്ട് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത്? ഗുഡ് വില്ല്
ഗുഡ്വിൽ എത്ര 42,000 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും എന്താക്കണം, വീതം വെച്ച് കൊടുക്കണം. പിന്നെ മരിക്കുന്നത് വരെയുള്ള ലാഭം എന്താക്കണം, കൊടുക്കണം. അപ്പോൾ ലാഭം എത്രയെന്നുള്ളത് എന്താക്കണം, നമ്മളതിൽ വന്ന് കണ്ടെത്തേണ്ടി വരും. 21,600 എന്തായാലും കിട്ടിയിട്ടുള്ളത്, ലാഭം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6%. ഈ 6% എന്തിൻ്റെ ആയിരിക്കും, മരിക്കണ ലക്ഷ്മി അല്ലതാ, ഇതിൻ്റെ 6% ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കണക്ക് ചെയ്ത് അതേ രൂപത്തിൽ എന്താക്കുക, ഒന്ന് ചെയ്യട്ടോ. ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താക്കിയാൽ മതി, അറിയിച്ചാൽ മതി. ഇനി അടുത്ത ചോദ്യം, മനു, നിതിൻ ആൻഡ് സാനു ആർ പാർട്ണേഴ്സ് ഫേം ഷെയർ 3:1:1. ദ ക്യാപിറ്റൽ വാസ് 40,000, 20,000, 20,000 പോട്ടെ. പാർട്ണർഷിപ്പിൽ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% ഉണ്ട്. 10% ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ 4,000, 2,000, 2,000. ജോയിൻറ്റ് ലൈഫ് പോളിസി വാസ് ടേക്കൺ ബൈ പാർട്ണേഴ്സ് ഫോർ Rs 24,000. 24,000 റുപ്യേൻ്റെ ജോയിൻറ്റ് ലൈഫ് പോളിസി ഉണ്ട്. അപ്പോൾ അത് 3 ആക്കും എന്താക്കണം, വീതം വെച്ചെടുക്കണം. ഗുഡ് വിൽ ഓഫ് ദ ഫേം 30,000. അപ്പോൾ അത് അവരുടെ റേഷ്യോയിൽ അതും തവണ കിട്ടേണ്ടി വരും. സനുവിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 40,000. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ആക്കുന്ന സമയത്ത് ക്യാപിറ്റലിനെ കുറക്കുന്ന ഭാഗം നമ്മൾ ഡെബിറ്റ് ഭാഗത്ത് എഴുതേണ്ടി വരും, 40,000. പ്രോഫിറ്റ് ഓഫ് ദ ലാസ്റ്റ് 3 years എൻഡിങ് 31st. അപ്പോൾ 31 കണക്ക് അവസാനിപ്പിക്കുന്നത് ഡിസംബർ. അത് 8,000, 6,400, 6,000 പറഞ്ഞു. ഇവിടെ ആരും മരിക്കുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ. മനു ക്യാപിറ്റൽ വാസ് നോക്കട്ടെ, ആരോ മരിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. പ്രോഫിറ്റ് ടിൽ ദ ഡേറ്റ് ഇസ് കാൽക്കുലേറ്റ് ഓൺ ദ ബേസ് ഓഫ് ലാസ്റ്റ് 3 years ആവറേജ് പ്രോഫിറ്റ്. നോക്കുക, സനു ഡൈഡ്, അതാണ് പ്രശ്നം, ഇവിടെ ഒരാൾ മരിക്കുകയാണ് കേട്ടോ. സനു ഡൈഡ് ജൂലൈ 1 മരിക്കണത്. നമ്മളെ കണക്ക് അവസാനിക്കുന്നത് എപ്പോഴാണെന്നറിയോ, ഡിസംബറിലല്ലേ കണക്ക് അവസാനിക്കുന്നത്, ഡിസംബറിലാണ് കണക്ക് അവസാനിക്കുന്നത്. അപ്പോൾ ജനുവരിയിൽ കണക്ക് സ്റ്റാർട്ട് ചെയ്യും. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, 6 മാസം കേട്ടോ. ജൂലൈ 1 മരിക്കണത്. അപ്പോൾ 6 മാസം അയാൾ നമ്മളെ ബിസിനസ്സിലുണ്ട്. അപ്പോൾ പ്രശ്നം അതാണ്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അതേമാതിരി കണക്കാണ്. പക്ഷേ ഇതെന്താക്കാം, നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, നമ്മളെ ചങ്ങായിൻ്റെ പേരെന്താ, ആരാ മരിക്കണത്, സനു അല്ലേ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തണോ, ബാലൻസ് എഴുതണോ. 20,000 അവൻ്റെ ബാലൻസ് വരുന്നത്, അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സനുവിൻ്റെ 20,000 ബാലൻസ് എഴുതി. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10%. 10% എന്ന് പറയുമ്പം 20,000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 2,000 ഉണ്ടാകുക. പക്ഷേ ഇയാൾ നമ്മളതിൽ 6 മാസം ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് 1,000 ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, 1,000 ഉണ്ടാവുള്ളൂ. അടുത്ത ജോയിൻറ്റ് ലൈഫ് പോളിസി 24,000. ഓക്കെ, ഇത് എന്താണ്, ജോയിൻറ്റ് ലൈഫ് പോളിസിയിൽ ഇയാൾക്ക് കിട്ടാനുള്ളതല്ല, സ്ഥാപനം മൊത്തം എടുത്ത് വെച്ചത് 24,000. ഇവർ 3 ആളുകളുണ്ട്, റേഷ്യോ 3:1:1 അല്ലേ. അപ്പം ടോട്ടൽ 5 ആണ്. അതിൽ ഇയാൾ അവസാനത്തെ ആളാണ്. ഇയാൾക്ക് എത്രയാണ്, 1 ഇയാളുടെ റേഷ്യോ എന്ന് പറഞ്ഞത്. 1/5 ഇൻറ്റു 24,000. 24,000 ഇൻറ്റു 1/5. 4,800 ആർക്ക് കിട്ടാനുണ്ടാകുക, ഇയാൾക്ക് കിട്ടാനുണ്ടാകുക. അപ്പോൾ പോളിസി 4,800. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്താ പറയണത് എന്നുള്ളത്, ഫേമിൻ്റെ ഗുഡ്വില്ല് 30,000 പറഞ്ഞു. ഫേമിൻ്റെ ഗുഡ്വില്ലാണ് 30,000. അതെന്തുണ്ടാവില്ല, ഇയാൾക്ക് അതിൽ 30,000 ഉണ്ടാവില്ല. ഇയാൾക്ക് എത്ര ഉണ്ടാവുക, 30,000 ഇൻറ്റു 1/5. ഓക്കെ, 30,000-ന് 5 ഭാഗമാക്കിയാൽ എത്ര ഉണ്ടാകുക, 6,000. അതിലൊരു ഭാഗം. അപ്പോൾ 6,000 എന്തുണ്ടാകുക, അയാളുടെ ഗുഡ്വില്ല് ഉണ്ടാവുക. GW 6,000. അടുത്ത സാധനം നോക്കുക, ഡ്രോയിങ്സ് എത്രയാണ്, 40,000 എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താക്കണം, ഡ്രോയിങ്സ് ഈ ഭാഗത്താണ് ഉണ്ടാകുക. ക്യാപിറ്റലിനെ കുറക്കണ സാധനം 40,000. അടുത്ത സാധനം അവസാനത്തെ 3 വർഷത്തെ പ്രോഫിറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത്.
ഓക്കെ, അതെത്രയാണ്? 8000 പ്ലസ് 6400 പ്ലസ് 6000. അപ്പം ഇവിടെ 6 6 12, 12 8 20, 20400. 20400 ബൈ 3 എത്രയാണ് നോക്കുക? 6800 പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. അതായത് പ്രോഫിറ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഇയാൾ പിന്നെന്താ നമ്മളെ സ്ഥാപനത്തിലുള്ള സമയം വരെ എന്താക്കണം, അതുവരെയുള്ള പ്രോഫിറ്റ് കൊടുക്കണ്ടേ. പക്ഷേ ഈ വർഷം കഴിയാണ്ട് ഈ വർഷത്തെ പ്രോഫിറ്റ് കണക്കാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തത് വെച്ചിട്ട് ഒരു ആവറേജ് പ്രോഫിറ്റ് എന്താ നമ്മൾ കാണുകയാണ്. അത് നമ്മളിത് മൂന്നും കൂടെ കൂട്ടി 3 ഇതാക്കി ഡിവൈഡ് ചെയ്തു. അപ്പോൾ 6800 കിട്ടി. 6800 നമ്മളെ സ്ഥാപനത്തിന് ഈ വർഷം പ്രോഫിറ്റ് കിട്ടുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഈ 6800 സ്ഥാപനത്തിൻ്റെതാണ്. അപ്പോൾ അതിൽ അയാളുടെ എത്ര ഉണ്ടാവുക? 6800 ഇൻറ്റു 1/5 അതെത്രയാണ്? 1360. ഈ 1360 അയാളിവിടെ ഒരു വർഷം നിന്നാലേ ഉണ്ടാകുക. പക്ഷേ ഒരു വർഷം അയാൾ ഇവിടെ നിന്നിട്ടില്ല. അയാൾ ഇവിടെ എത്ര നിന്നിട്ടുള്ളൂ? 6 മാസമേ നിന്നിട്ടുള്ളൂ. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ജൂലൈയിൽ മൂപ്പര് മരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി എന്തുണ്ടാവുള്ളൂ? മൂപ്പർക്ക് ഉണ്ടാവുള്ളൂ. അതെത്രയാണ്? 680 വരുന്നത്. സസ്പെൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ, വേറൊന്നുമില്ലല്ലോ. പിന്നെ ആവറേജ് പ്രോഫിറ്റിൽ എന്താക്കണം? പൈസ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തു? 1360 പകുതി 650 നമ്മൾ കൊടുത്തു. പിന്നെ പ്രിപ്പയർ അക്കൗണ്ട് ചെയ്ത് പേയ്മെൻറ്റ് അയാൾക്ക് കൊടുക്കാനുള്ള എത്രയാണെന്നുള്ളത് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നോക്കുക, ഇവിടെയാണ് വലുത് വരുന്നത് കേട്ടോ. അപ്പോൾ 40000. ആ 40000 നമ്മളെന്താക്കി ഇവിടെ എഴുതി. 20000, 21000, 25000, 31000. ഓക്കെ, 31800 680. 31800 പ്ലസ് 32450. 40000 മൈനസ് 32450. 7520. 7520 ബാലൻസ്. ക്ലിയർ ആണോ? ഇതാണ് സനുവിൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞത്. സനുവിൻ്റെ അല്ല, സനുവിൻ്റെ എക്സിക്യൂട്ടർ അക്കൗണ്ട് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇവിടെ കണക്കുണ്ടോ? ഇല്ല, ഇവിടുത്തെ കണക്ക് തീർന്നു. ഇനി യെസ്, ലാസ്റ്റ് പേജാണ്. ഇതോടും കൂടെ എന്തായി നമ്മുടെ ഈ മൂന്നാമത്തെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് എന്താകാണ്, അവസാനിക്കുകയാണ്. അബു താര രവി പാർട്ണേഴ്സ് 5:4 രവി. ഇത് മരണത്തിൻ്റെ കേസാണ് കേട്ടോ. ഇത് നമ്മളെന്താവുന്നില്ല, ചെയ്യുന്നില്ല. ഇപ്പം ചെയ്ത അതേ രൂപത്തിലുള്ള കണക്കാണ്. നിങ്ങൾ എന്താക്കിയാൽ മതി, അതൊന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്താൽ മതി. സാധനങ്ങൾ മാത്രം ഞാൻ ഇവിടെ ഒന്ന് പറയുന്നുണ്ട്. മരിക്കണ എപ്പോഴാണെന്നറിയോ? 30 ജൂണാണ്. അപ്പം 30 ജൂൺ എന്ന് പറയുമ്പോൾ 30ാമത്തെ ആ ജൂൺ എന്നുള്ള മാസം കൂട്ടും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത കണക്കാക്കേണ്ടത് ഇവരുടെ കണക്ക് എപ്പോഴാണ് ക്ലിയർ ചെയ്യലെന്നാണ്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് മാസം എന്താക്കാൻ പറ്റുള്ളൂ, കണക്കാക്കാൻ പറ്റുള്ളൂ. അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് 31 ഡിസംബർ. ഡിസംബറിലാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 6 മാസമാണ് നമ്മുടെ അടുത്തുള്ളത് കേട്ടോ. അത് ശരിക്കും ഓർമ്മിച്ച് വെക്കുക, 6 മാസം. പിന്നെ കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ബേസിലാണ് എന്താവുന്നത്, ആവറേജ് പ്രോഫിറ്റ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എത്ര ഉണ്ടാവുക നോക്കുക. 1,86,000 പ്ലസ് 1,85,000 പ്ലസ് 1,75,000 ഡിവൈഡ് ബൈ 3. അതാണ് ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ ആ ആവറേജ് പ്രോഫിറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്താ കൊടുക്കുക. ആവറേജ് പ്രോഫിറ്റ് കിട്ടുന്നൊരു എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ട് സ്ഥാപനത്തിൻ്റെ എമൗണ്ടാണ്. അത് മൊത്തം ഈ മരിച്ചുപോയ ആൾക്കുള്ളതല്ല. ഇവിടെ മരിക്കുന്നത് രവിയാണ്, അതായത് 3ാമത്തെ ആളാണ് മരിക്കുന്നത്, ഒരു ഷെയറുള്ള ആൾ. അപ്പം അതിൻ്റെ ഒരു ഭാഗം മാത്രമേ എന്തുണ്ടാവുള്ളൂ, 10 ഭാഗമാക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ രവിക്ക് ഉണ്ടാവുള്ളൂ. അതും പൂർണ്ണമായിട്ടുണ്ടാവില്ല, കാരണം 6 മാസമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതി എന്തുണ്ടാവുള്ളൂ, അവൻ്റെ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, മെൻഷൻ എനി 4 അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ആസ് ഇൻവോൾവ്ഡ് ഇൻ റിട്ടയർ. അതായത് ഒരു റിട്ടയർമെൻറ്റ് ഉണ്ടാവുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടി വരിക, അല്ലെങ്കിൽ ഡെത്തിൻ്റെ സമയത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാവുക,
അപ്പോൾ എന്താക്കണം, റിവാലുവേഷൻ ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട് മാറ്റി എഴുതണം, പിന്നെ റേഷ്യോ ക്ലിയർ ആക്കണം, റിസർവ് എന്താക്കണം, വീതം വെച്ച് കൊടുക്കണം, അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ ലോസ് ഉണ്ടെങ്കിൽ അതും വിഹിതം വെക്കണം. ഈ സംഭവങ്ങളൊക്കെ എന്താക്കുക, എഴുതി കൊടുക്കുക. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിങ് പാർട്ണർ? വെച്ചാൽ പിരിഞ്ഞു പോകുന്ന പാർട്ണർക്ക് നമ്മൾ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്? 3 മെത്തേഡുണ്ട്. ഒന്ന് നമ്മൾ ലംസം, അതായത് ഒറ്റയടിക്ക് എന്താകാണ് പൈസ കൊടുക്കുകയാണ്. 10 ലക്ഷം കൊടുക്കാണ്ട് 10 ലക്ഷം ഒറ്റയടിക്ക് കൊടുക്കുക, ഒരേ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് 10 ലക്ഷം നമ്മൾ കൊടുക്കുന്നില്ല, പകരം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ ലോണിലേക്ക് എന്താവണം ഇട്ട് കൊടുക്കുകയാണ്, രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് കുറച്ച് പൈസ ഇപ്പോൾ കൊടുക്കുന്നു, ബാക്കി എന്താക്കുന്നു, ലോണാക്കുന്നു. ഇങ്ങനെ 3 മെത്തേഡുണ്ട്. ഇനി സ്റ്റേറ്റ് ആനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ണർ. ഡെത്ത് ഓഫ് എ പാർട്ണർ, ഒരാൾ പിരിഞ്ഞു പോകുന്നതും മരണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏതെങ്കിലും 2 ഡിഫറൻസ് മാത്രമേ എഴുതാനാണ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞാൽ മതി. റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം പോകുന്നതാണ്, എന്നാൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്തല്ല, മനഃപൂർവ്വമല്ല, ഇൻവോളണ്ടറി ആണെന്ന് പറയാം. ഓക്കെ. പിന്നെ റിട്ടയർമെൻറ്റ് ചെയ്യലെന്ന് പറഞ്ഞാൽ വർഷത്തിൻ്റെ അവസാനത്തിലൊക്കെയാണ് റിട്ടയർമെൻറ്റ് ചെയ്യുക. അതേസമയം ഡെത്തിന് എന്തില്ല, പ്രത്യേകിച്ച് സമയമില്ല എന്നുള്ളതാണ്. ഓക്കെ, 2 വ്യത്യാസമായില്ലേ. ഇനി ഇതും എന്താണ്, നമ്മളെ മരണവുമായി ബന്ധപ്പെട്ടൊരു കണക്കാണ്. നമ്മൾ 2 കണക്ക് എന്താക്കി അത്യാവശ്യം നമ്മൾ ഡീപ്പിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്താക്കുക, ഈ കണക്കും നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യുക. അപ്പോൾ 2 കണക്കുകൾ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മരണത്തിൻ്റെ കണക്ക് എന്താക്കിയിട്ടുണ്ട്, എല്ലാ സമയവും എന്തായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താക്കണം, ആ കണക്കുകൾ എന്തായാലും എന്താക്കണം, ശീലിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ 3ാമത്തെ ചാപ്റ്റർ നമ്മൾ ഏറെക്കുറെ എല്ലാ ക്വസ്റ്റ്യനും എന്താക്കി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 4ാമത്തെ ചാപ്റ്ററിലേക്കാണ് എന്താണ് കടക്കാനുള്ളത്. ഓക്കെ. അസ്സലാമു അലൈക്കും.